ജീവനൊടുക്കിയ പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനിടെ അയൽവാസി കുഴഞ്ഞു വീണ് മരിച്ചു. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത പുനലൂർ അഷ്ടമംഗലം അതുല്യ ഭവനിൽ അജി രാജി ദമ്പതികളുടെ മകൾ അതുല്യയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് യുവതി കുഴഞ്ഞു വീണത്. 38-കാരിയായ എസ് കവിതയാണ് മരിച്ചത്. പുനലൂരിലെ സ്വകാര്യ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ അതുല്യ കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീട്ടിനുള്ളിൽ കഴുത്തിൽ ഷാൾ മുറുക്കി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഞായറാഴ്ച രാവിലെ മരിക്കുകയും ചെയ്തു. അതുല്യയുടെ വീട്ടുകാരെ സമാധാനിപ്പിക്കുന്നതിനിടെ യുവതി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അതേസമയം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നിരഞ്ജന, നീരജ് എന്നിവരാണ് മക്കൾ. അതുല്യയുടെ മൃതദേഹം രാത്രിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കവിത. ഈ സമയത്താണ് പെട്ടെന്ന് തളർച്ച അനുഭവപ്പെട്ടതും കുഴഞ്ഞു വീണതും. അതേസമയം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ ജീവൻ നഷ്ടമായിരുന്നു.